വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഒരു ബിഗിനറിന് തുടങ്ങി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പോയറ്റിക് ഡിവൈസസിനെ പറ്റി കിട്ടും. ഈ ഒരു വീഡിയോയിൽ കേരള സ്റ്റേറ്റിൻ്റെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയട്രിയിൽ നിന്നുള്ള പോയറ്റിക് ഡിവൈസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയറ്റിക് ഡിവൈസസും ഏറ്റവും ഈസി ആയിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിന് ഉറപ്പായിട്ടും പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +1 ടെക്സ്റ്റ് ബുക്കിൽ പോയംസ് ഏതൊക്കെയാണ്? ഇഫ്, റിട്ടൺ ബൈ റുഡിയർഡ് കിപ്ലിംഗ്, ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷെർലി, സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W. ലോങ്ഫെല്ലോ, റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ബൈ ബെഞ്ചമിൻ പെക്കറ്റ് ആൻഡ് ടു സ്ലീപ്പ് ബൈ വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ 5 പോയട്രിയാണ് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ. കേരള സ്റ്റേറ്റിലെയാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ 5 പോയട്രിയാണ് പറയുന്നത്. അപ്പോൾ അതിലാദ്യമേ ഇഫ് എന്ന് പറയുന്ന പോയട്രി നോക്കാം. പോയറ്റിക് ഡിവൈസസ് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വേറെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഒന്നും പറയുന്നില്ല. പോയറ്റിക് ഡിവൈസസിന് വേണ്ടി മാത്രമുള്ളൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണത്. ഓക്കെ. ഇഫ് യു ക്യാൻ. The phrase "if you can" is repeated at the beginning of successive lines. If you can എന്ന് പറയുന്ന ഒരു ഫ്രേസ്, അതായത് ഇഫ് യു ക്യാൻ എന്ന് പറയുന്ന 3 വേർഡ്സ് ഈ പോയട്രിയിൽ പലതവണ യൂസ് ചെയ്തിട്ടുണ്ട്. 4 or 5 തവണ ഈ പോയട്രിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വരി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പോയട്രിയിൽ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതിനെ, അതായത് ആദ്യമേ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ആദ്യമേ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയർസ്. അതേപോലെ തന്നെ അടുത്ത ലൈനിൽ തുടക്കത്തിൽ തന്നെ ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. കണ്ടോ, ഇവിടെ എല്ലാം ഇഫ് യു ക്യാൻ എന്ന് പറയുന്ന ഒരു ഫ്രേസാണ് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വരിയിലും ആദ്യമേ തന്നെ കൊടുത്തേക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്നതിന് ഈ ഒരു റെപ്പിറ്റീഷനെയാണ് ആനഫോറ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ ക്വാളിറ്റി, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇൻആനിമേറ്റ് ആയിട്ടുള്ള തിങ്സിന് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ പോയറ്റ്സ് എഴുതും. അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സൺ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക ഹ്യൂമൻ ബീങ്സ് ആണ് എന്ന് ഓർക്കുക. ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നോൺ ലിവിങ് അല്ലെങ്കിൽ ഇൻആനിമേറ്റ്, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇവിടെ ഡ്രീംസിനെ മാസ്റ്ററാക്കി മാറ്റരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരു മനുഷ്യനെ പോലെ മാസ്റ്റർ എന്നെ പോലെ ആവാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്വപ്നങ്ങളെ മാസ്റ്റർ ആക്കരുതെന്നാണ്, അല്ലേ? മനുഷ്യന്മാർക്കാണ് മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ, നമുക്കത് അറിയാം. പക്ഷെ ഇവിടെ ഡ്രീംസിനെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് 2 ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. നിങ്ങൾക്ക് വിജയത്തെയും പരാജയത്തെയും മീറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇവരെ ട്രീറ്റ് ദോസ് 2 ഇമ്പോസ്റ്റേഴ്സ്, 2 വഞ്ചകരെ, ഈ പറഞ്ഞ വിജയം പരാജയം, ഈ 2 വഞ്ചകരെ അല്ലെങ്കിൽ ചതിയന്മാരെ, ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചതിയന്മാർ എന്നാണ് മീനിങ്, ചതിയന്മാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. ഇവിടെ വിജയം പരാജയം ഈ 2 കാര്യങ്ങളും മനുഷ്യന്മാരല്ല, പക്ഷെ ഇവർ 2 പേരെയും ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്, വഞ്ചകർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വേർഡ് ഓർക്കുക. ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചകർ എന്നാണ് മീനിങ്, അല്ലെങ്കിൽ ഇപ്പോൾ ചതിയന്മാർ എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വാളിറ്റി ചതിയന്മാർ, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ളതിന് ചതിയന്മാർ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ക്വാളിറ്റി അതിന് കൊടുത്തു, മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി അതിന് കൊടുത്തു. അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും.
പെർസോണിഫിക്കേഷൻ ഈസിയാണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നെ ഇത് പഠിക്കേണ്ടി വരില്ല, അപ്പോഴേക്കും നിങ്ങൾക്കത് ഓൾറെഡി തറവാവും. നെക്സ്റ്റ് വൺ ഹൈപ്പർബോളി. ഹൈപ്പർബോളി എന്ന് പറയുന്നത് ഹൈപ്പ് കൊടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാജറേറ്റ് ചെയ്യുന്നു. ചെറിയൊരു കാര്യമായിരിക്കും, നമ്മളതിനെ നന്നായിട്ടൊന്ന് പൊക്കി പൊക്കി എക്സാജറേറ്റ് ഇത്തിരി കൂട്ടി പറയില്ലേ, യെസ്, അതിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, യുവേഴ്സ് ഇസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. ഒന്ന് ആലോചിച്ച് വെക്കുക, പോയിട്ട് പറയാണ് നിൻ്റേതാണ് എർത്ത്, അതേപോലെ എർത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാം നിൻ്റെയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഇത്തിരി കൂടുതലല്ലേ? യെസ്, അങ്ങനെ ഇത്തിരി എക്സാജറേറ്റ് ചെയ്ത് ആ ഒരു കാര്യം ഓർക്കാട്ടോ. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇത്തിരി ഹൈപ്പ് കൊടുത്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. അടുത്തതാണ് സിനെക്ടക്കി. സിനെക്ടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാർട്ട് മാത്രം എടുത്തിട്ട് പറയും. എല്ലാത്തിനെയും കൂടി വേണ്ടിയിട്ട് ഒരു പാർട്ട് മാത്രം നമ്മൾ പറയും. ആ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യു. ഇവിടെ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം, അത് ഇമോഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? യെസ്. അതേപോലെ നെർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ്റൽ ആസ്പെക്ട്സ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ സിന്യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആസ്പെക്ട്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫുൾ ബോഡി പറയുന്നതിന് പകരം പല പാർട്സ്, ആ ഒരു ഫുൾ ബോഡിയുടെ പല പാർട്സ്, ഇമോഷണൽ, മെൻ്റൽ, ഫിസിക്കൽ എല്ലാ ആസ്പെക്ട്സും നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർട്ട് മാത്രം എടുത്ത് പറഞ്ഞു. ഫുൾ ബോഡി ഹോൾ പറയാതെ ഒരു പാർട്ട് മാത്രം എടുത്ത് പറഞ്ഞു. ഇതിനെയാണ് സിനെക്ടക്കി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയട്രിയാണ് ഡെത്ത് ലെവലർ. ഇവിടെ മെറ്റഫർ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. The glories of our blood and state are shadows, not substantial things. നമ്മുടെ ബ്ലഡിൻ്റെയും അതേപോലെ നമുക്കുള്ള എല്ലാ ഗ്ലോറീസ്, നമ്മുടെ എല്ലാ നേട്ടങ്ങളും ആർ ഷാഡോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിഴലുകൾ പോലെയാണ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അതായത് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നേട്ടങ്ങളെല്ലാം ഇവിടെ നിഴലിനോട് കമ്പയർ ചെയ്തേക്കുവാണ് അല്ലേ? അപ്പോൾ കമ്പാരിസൺ നടത്തുന്നു, അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അതായത് ലൈക്ക് എന്ന് പറയുന്ന വേർഡ് ഇല്ലാതെയോ അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന വേർഡ് ഇല്ലാതെ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ ലൈഫിനെ, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന നേട്ടങ്ങളെ ഷാഡോസ് പോലെയാണ്, നിഴലിനോട് കമ്പയർ ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മെറ്റഫർ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ്. അടുത്തത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഡെത്ത് അതിൻ്റെ ഐസി ഹാൻഡ്സ് കിങ്സിൻ്റെ മേളിൽ വെച്ചു എന്നാണ് പറയുന്നത്. മരണത്തിന് ഒരിക്കലും കയ്യോ കാലോ ഒന്നും ഇല്ല. മരണം എന്ന് പറയുന്നത് ഒരു ജീവനുള്ളൊരു സംഭവമല്ല, മനുഷ്യന്മാരും അല്ല. അപ്പോൾ ഒരിക്കലും മരണം കൈകൾ വെച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്കാണ് കൈ വെക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും കൈ വെക്കാനായിട്ട് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു കാര്യം ഇവിടെ ഡെത്ത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഡെത്ത്, മരണം അതിൻ്റെ ഐസി ഹാൻഡ്, തണുത്ത കൈകൾ കിങ്ങിൻ്റെ മേളിലും വയ്ക്കും. കിങ്സ് ആണെങ്കിലും ശരി, പുവർ ആണെങ്കിലും ശരി, എല്ലാവർക്കും മരണമുണ്ട് എന്ന് പറയുന്നൊരു പോയട്രിയാണത്. അപ്പോൾ ഇവിടെ ഡെത്ത് അതിൻ്റെ തണുത്ത കൈകൾ കിങ്സിൻ്റെ മേളിലും വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ അലിറ്ററേഷൻ. അലിറ്ററേഷൻ എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു വരിയിൽ തന്നെ എല്ലാ വാക്കുകളുടെ ആദ്യം തന്നെ വരുന്നതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ വിക്ടർ, വിക്ടിം, ഇവിടെ വ് എന്ന് പറയുന്ന ഒരു സൗണ്ട്, വ് എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അടുത്തടുത്ത് ഒരു വരിയിൽ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ അതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ താഴെ നോക്കിക്കേ, സ്മെൽ സ്വീറ്റ്. ഇവിടെയും സ് എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അടുത്തടുത്ത് വന്നിട്ടുണ്ട്, ഒരു വരിയിൽ തന്നെ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. സ് എന്നുള്ളതും ഒരു കോൺസണൻ്റ് ആണ്, വ് എന്ന് പറയുന്നതും കോൺസണൻ്റ് ആണ് അല്ലേ? അപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കോൺസണൻസും വവൽസും മനസ്സിലാവാനായിട്ട് ഇത്രയേ ഉള്ളൂ. മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് വവൽസിൻ്റെ കാറ്റഗറി വരുന്നത്. മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന അക്ഷരങ്ങൾ
അതാണ് കോൺസണൻസിൽ വരുന്നത്. അതായത് ഇപ്പോൾ വ എന്നുള്ളത് വ അല്ലെ, യാ ര ല വ, അത് വ്യഞ്ജനാക്ഷരത്തിന് ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെ വ എന്നുള്ള സൗണ്ട്. അതേപോലെ തന്നെ സ്മെൽ സ്വീറ്റ്, ഇവിടെ സ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. അടുത്തതാണ് മെറ്റോണിമി. മെറ്റോണിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളെ പറ്റി പറയുമ്പോൾ ഡയറക്റ്റായിട്ട് അയാളെ പറ്റി പറയാതെ അയാൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അയാളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സിന്റെ പേര് പറയും. ഇതിനെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ. സ്കെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കോല്, ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഇവിടെ ചെങ്കോലും കിരീടവും യൂസ് ചെയ്യുന്ന ആള് കിങ് ആണ്. ഇവിടെ കിങ് എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ഒരു ഈസി എക്സാമ്പിൾ പറയാം. ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞു. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് ഡയറക്റ്റ് പറയാതെ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞു. വേറെ എക്സാമ്പിൾ നോക്കാം, സ്കൈത്ത് ആൻഡ് സ്പേഡ്. സ്കൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂമ്പ, സ്പേഡ് എന്ന് പറഞ്ഞാൽ അരിവാള്. ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ പറ്റി പറയാതെ, അതായത് ഫാർമേഴ്സ് എന്ന് പറയാതെ അവരുടെ ഒബ്ജക്ട്സ് രണ്ടെണ്ണം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയുന്നതിനെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ഈ രണ്ട് ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെപ്റ്റർ ആൻഡ് ക്രൗണും ചോദിക്കാറുണ്ട്, സ്കൈത്ത് ആൻഡ് സ്പേഡും ചോദിക്കാറുണ്ട്. അപ്പോൾ മെറ്റോണിമി എന്നാണ് ആ ഒരു പോയറ്റിക് ഡിവൈസിന്റെ പേര്. അടുത്തതാണ് ഓക്സിമോറോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിമോറോൺ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്സ് എന്ന് ഓർക്കുക. ഓക്സിമോറോൺ, ഓപ്പോസിറ്റ്സ്, ആ ഓ എന്നുള്ളത് കണക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ വിക്ടർ, വിക്ടിം എന്ന് കണ്ടു. വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആള്, വിക്ടിം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട ആള് എന്നുള്ള ഒരു സെൻസിൽ എടുക്കാം. അതായത് വിക്ടർ, വിക്ടിം എന്ന് പറയുമ്പോൾ വിജയിച്ച ആളുടെയും പരാജയപ്പെട്ട ആളുടെയും ഒരു വരി തന്നെ അടുത്തടുത്ത ഓപ്പോസിറ്റ്സ് പറഞ്ഞേക്കുവാണ്. ഒരു വരിയിൽ തന്നെ ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് പറയുന്നതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഗുഡ് എന്ന് പറഞ്ഞു, ഗുഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്കറിയാം ബാഡ്. അപ്പം ഗുഡ്, ബാഡ് എന്നുള്ളത് അടുത്തടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വരി തന്നെ അടുത്തടുത്ത് പറഞ്ഞാൽ അതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ്, സ്മോൾ അടുത്തടുത്തായിരിക്കും, ഒരു വരിയിൽ അടുത്തടുത്തായിരിക്കും ഈ രണ്ട് വേർഡ്സും വരാം, ഓപ്പോസിറ്റ്സ്. ഇതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വിക്ടർ, വിക്ടിം എന്നുള്ള ഈ ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആള്, വിക്ടിം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടത്. നെക്സ്റ്റ് വൺ, അടുത്ത പോയട്രിയാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇതിൽ സിമിലി എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഹോഴ്സ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ. ഇവിടെ ബാറ്റിൽ, യുദ്ധത്തിൽ പരാജയപ്പെട്ട ഹോസ്റ്റ് പോലെ, കണ്ടോ ഇവിടെ പോലെ എന്ന് പറയും. ഇവിടെ ലൈക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ലൈക്ക് പോയിട്രിയിൽ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അത് സിമിലിയാണ്. ലൈക്ക് ഹോസ്റ്റ്, ഹോസ്റ്റ് പോലെ എന്ന് പറഞ്ഞേക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ കമ്പാരിസൺ നടത്താനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു വേർഡാണ് ലൈക്ക്. അപ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ആസ്, ഈ പറഞ്ഞ രണ്ട് വേർഡ്സ് പോയിട്രിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അത് സിമിലിയാണ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണം. നെക്സ്റ്റ് വൺ, പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ദ സൺസ് റിട്ടേണിങ് മാർച്ച്. മാർച്ച് ചെയ്ത് പോകുന്നത് ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്. ഒരിക്കലും മാർച്ച് പാസ് ചെയ്തിട്ട് സൺ പോവില്ല. ഇവിടെ സണ്ണിനെയാണ് മാർച്ച് എന്ന് പറഞ്ഞത്, സൺസ് റിട്ടേണിങ് മാർച്ച് എന്ന് പറഞ്ഞ് പോയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർത്ത് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. സോഫ്റ്റ് ഗെയിൽസ്, ഇവിടെ കാറ്റ് സണ്ണിനെ കിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിസ്സിങ് എന്നുള്ള ആ ഒരു കാര്യം അത് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ സോഫ്റ്റ് ഗെയിൽസ്, കാറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇമേജറി.
സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയറ്റിക് ഡിവൈസ് ആണ് ഇമേജറി. അപ്പോൾ പല ഇമേജറീസ് ഉണ്ട്, കുറേ ടൈപ്സ് ഓഫ് ഇമേജറീസ് ഉണ്ട്. അത് മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിഷ്വൽ ഇമേജറി ഏതാണെന്ന് നോക്കാം. വുഡ്സ് വെയർ ബ്രൈറ്റൻഡ്. വുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ്, കാട് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ വുഡ്സ് വെയർ ബ്രൈറ്റൻഡ് എന്ന് പറയുമ്പോൾ കാട് ഒന്ന് ബ്രൈറ്റൻ ആയി എന്നൊരു ഫീൽ അല്ലേ, ആ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരും. അതായത് കാട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളൊരു ഇമേജ് നമ്മുടെ കണ്ണിൽ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ കാണുന്നത് പോലെ ആ ഒരു സെൻസിന്, കാഴ്ച, വിഷ്വൽ, കാണുന്നതിന് സൈറ്റ്, സീൻസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഉള്ള പോലത്തെ അങ്ങനത്തെയാണ് പോയിട്ട് പറഞ്ഞേക്കുന്നത് എങ്കിൽ അതിനെയാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. വേറെ നോക്കാം. ഓഡിറ്ററി. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, ഓഡിയോ നമുക്കറിയാം, കേൾവി, കേൾക്കുക എന്നുള്ള സെൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വരികളുണ്ടാവും. അതായത് നോക്കിയേ, ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, വെള്ളത്തിൻ്റെ ശബ്ദം. മ്യൂസിക് ഓഫ് വില്ലേജ് ബെൽ, വില്ലേജ് ബെല്ലിൻ്റെ മ്യൂസിക്. എക്കോ ഗിവിങ് ഹിൽസ്, എക്കോ പ്രൊവൈഡ് ചെയ്യുന്ന, എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹിൽസ്. മെറി ഷൗട്ട്, അതായത് ഹാപ്പിനെസ്സിൻ്റെ ഷൗട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ വാട്ടർ ഡാഷ്, വില്ലേജ് ബെൽ, മ്യൂസിക്, എക്കോ ഗിവിങ് ഹിൽസ്, മെറി ഷൗട്ട്, ഇതിലെല്ലാം കേൾക്കാൻ പറ്റിയ അല്ലേ, കേൾക്കുന്ന പോലത്തെ കുറച്ച് ഐഡിയാസാണ്. നമുക്കിതെല്ലാം കേൾക്കാൻ പറ്റിയതാണ്. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദമായിക്കോട്ടെ, ബെല്ലിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, എക്കോ, ഇതെല്ലാം നമുക്ക് മെറി ഷൗട്ട്, ഷൗട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം കേൾക്കുന്നതായിട്ട് കണക്റ്റഡ് ആണ്. സോ അപ്പോൾ അങ്ങനെ കേൾവി എന്നുള്ള സെൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുന്നതിനെയാണ് ഓഡിറ്ററി ഇമേജറി എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്നതിനെ പറ്റി പറഞ്ഞത് വിഷ്വൽ ഇമേജറി, കേൾക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഓഡിറ്ററി. അടുത്തതാണ് കൈനസ്തെറ്റിക്. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുന്ന ഒരു ഇമേജറിയാണ് കൈനസ്തെറ്റിക് എന്ന് പറയുന്നത്. ദ സൺസ് റിട്ടേണിങ് മാർച്ച് അല്ലേ, അവിടെ റിട്ടേണിങ് മാർച്ച് എന്ന് പറഞ്ഞാൽ അറിയാം മൂവ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വീൽസ് സ്പൈറൽ വേ, ഇവിടെ സ്പൈറൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റി പോകുന്നതിനെയാണ് സ്പൈറൽ എന്ന് പറയുക. അവിടെയും ഒരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ക്ലൗഡ് വാസ് ലിഫ്റ്റ് ചെയ്യുക, എടുക്കുക അല്ലെ, ലിഫ്റ്റ് എന്നുള്ളത് എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ലിഫ്റ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയും മൂവ്മെൻറ്റ് തന്നെയാണ്. കറണ്ട്, വേൾ ആൻഡ് ഫ്ലാഷ്, ഇവിടെയും വേൾ ആൻഡ് ഫ്ലാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതും ഒരു മൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഫ്ലാഷ്, വേൾ, ഇതും മൂവ്മെൻ്റ് ആയിട്ട് നല്ല റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ വുഡ്സ് ബെൻഡിങ് വിത്ത് സൈലന്റ് റീച്ച്, വുഡ്സ് ബെൻഡിങ്, ബെൻഡ് എന്നുള്ളത് ബെൻഡ് ചെയ്യുക അല്ലെ, താഴുക, കുനിയുക എന്നുള്ളൊരു മീനിങ് ആണ്. അവിടെയും മൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാനും മൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇതിനെ കൈനസ്തെറ്റിക് ഇമേജറി എന്ന് പറയും. അടുത്ത പോയട്രിയാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ഇവിടെയും പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഷി വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് പെൻ. അപ്പോൾ ഇവിടെ ഒരു ഷിപ്പിനെ, ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പിനെയാണ് ഷീ വാസ് എന്ന് പറഞ്ഞേക്കുന്നത്, അവൾ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. ഷിപ്പിനെ ആണോ നമ്മൾ അവൾ എന്ന് പറയാം, മനുഷ്യന്മാരാണ് അവൾ, അവൻ എന്നൊക്കെ നമ്മൾ പറയാം. ഇവിടെ ഒരു ഷിപ്പിനെ, ജീവനില്ലാത്ത ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പിനെയാണ് അവൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ. ഷീ സ്ട്രക്ക് വിത്ത് എ ഫീവർ ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. ഇവിടെയും പിന്നെയും ഷീ എന്ന് പറയുന്ന ഒരു വേർഡാണ് കപ്പലിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെയും പേഴ്സോണിഫിക്കേഷൻ ആണ്. അടുത്തത് അലിറ്ററേഷൻ. ഇവിടെ നോക്കിക്കേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അല്ലേ അലിറ്ററേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഔട്ട് ഓഫ് സതാംപ്ടൺ ഷീ സ്വങ് വിത്ത് ദ സ്ട്രീം. ഇവിടെ ഏത് സൗണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്, ഏത് കോൺസണന്റ് ആണെന്ന് നോക്കിക്കേ. സതാംപ്ടൺസ്, എസ് അല്ലേ, എസ് ഇവിടെ സ് സൗണ്ടാണ്. ഷീ വരില്ല, അത് ഷ എന്നുള്ള സൗണ്ടാണ്. ഇവിടെ സ് എന്നുള്ള സ എന്നുള്ള സൗണ്ടാണ്. അടുത്തത് ഷീ എന്ന് പറയുമ്പോൾ ഷ എന്നുള്ള സൗണ്ട്. അപ്പോൾ അത് കൂട്ടരുത് കേട്ടോ. എസ് എന്നുള്ള ലെറ്റർ കാണുമ്പോൾ നമ്മൾ വേഗം കയറി എഴുതും, അത് അങ്ങനെയല്ല. അടുത്തത് നോക്കിയേ, സ്വങ്, അവിടെ സ ആണ് അല്ലേ, സ്വങ്. വിത്ത് ദ സ്ട്രീം, ഇവിടെയും സ ആണ് അല്ലേ. അപ്പോൾ കോൺസണന്റ് സൗണ്ട്സ് ആണ് ഇതൊക്കെ. സ് അല്ലെങ്കിൽ എസ് എന്ന് പറയുമ്പോൾ കോൺസണന്റ് ആണ് അല്ലേ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത ഒരു വരി തന്നെ ആദ്യത്തെ ലെറ്റർ ആയിട്ട് തന്നെ ഓരോ വാക്കിലും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, ബി ബ്രിട്ടീഷ്. അവിടെ ബ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ബ് എന്നുള്ളതും കോൺസണന്റ് ആണ്. അടുത്തത് നോക്കിയേ,
സൗണ്ട് സബ്ലൈം സെയിം തന്നെ മോളി പറഞ്ഞ പോലെ സ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ് എന്ന് പറയുന്ന സൗണ്ടാണ് വന്നിരിക്കുന്നത്. അടുത്തതും അങ്ങനെ തന്നെ സാങ്ക് ഫ്രം സൈറ്റ്. ഇവിടെയും സ് എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. സ് എന്നുള്ള സൗണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അലിറ്ററേഷൻ. നെക്സ്റ്റ് വൺ മെറ്റഫർ. ഇവിടെ നോക്കിക്കേ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ലൈക്കും ആസും യൂസ് ചെയ്യാതെ കമ്പയർ ചെയ്തത്. ഇവിടെ എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ അല്ലേ. നമ്മുടെ ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പിനെയാണ് ഒരു കവിതയോട് കമ്പയർ ചെയ്തേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷിപ്പിനെ ഒരു കവിതയോട് കമ്പയർ ചെയ്തേക്കുവാണ്. ലൈക്കും ആസും ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിനെ എന്താണ് മെറ്റഫർ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ് അല്ലേ. അടുത്തത് നോക്കാം, എ സീ ഓഫ് ഡ്രീം. ഓക്കെ, അപ്പോൾ ഷിപ്പിനെ തന്നെയാണ് ഒരു ഡ്രീം എന്നുള്ള സീ ഓഫ് ഡ്രീം എന്ന് പറഞ്ഞ് അവിടെയും പിന്നെ ഒരു കമ്പാരിസൺ നടത്തിക്കുവാണ് ഷിപ്പിനെ. അപ്പോൾ അവിടെയും എന്താണ് മെറ്റഫർ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പോയട്രി നോക്കാം, ടു സ്ലീപ്പ്. ഇവിടെ ഓക്സിമോറോൺ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് അല്ലേ. ബ്ലെസ്ഡ് ബാരിയർ. ബ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം, ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ്സ് കാണുമ്പോൾ അതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ ഓപ്പോസിറ്റ്സ് ആണ്. ഓപ്പോസിറ്റിന്റെ ഓക്സിമോറോൺ. അത് രണ്ടും കൂടെ അങ്ങനെ ഓർക്കുക. നിങ്ങൾ അത് ഒരു ഓർത്തെടുക്കാൻ എളുപ്പത്തിന് കേട്ടോ. അങ്ങനെ ഒരു ടിപ്പ് നിങ്ങളുടെ മൈൻഡിൽ വേണം. ആ ഒരു കോഡ് വെച്ച് നിങ്ങൾക്കത് ഓർക്കാം. അപ്പോൾ ബ്ലെസ്ഡ് ബാരിയർ, ബ്ലെസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ മതി. എക്സാക്ട് പോയട്രിയിൽ പോയറ്റ് യൂസ് ചെയ്തേക്കുന്ന വാക്ക് തന്നെ യൂസ് ചെയ്ത് ഞാൻ പഠിക്കുക, അങ്ങനൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഹാപ്പി, സാഡ്, ബിഗ്, സ്മോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഗുഡ്, ബാഡ്, കണ്ടോ, ലോങ്, ഷോർട്ട്, ഓക്കെ, ഇങ്ങനെയൊക്കെ ലൈറ്റ്, ഡാർക്ക്, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഏതൊരു പോയറ്റിക് ഡിവൈസ് പഠിക്കുമ്പോഴും നമുക്ക് ഈസി ആയിട്ട്, ഇപ്പോൾ കോൺസണൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചുള്ള ഏത് വാക്ക് വെച്ചിട്ടും പറയാമല്ലോ. ഗുഡ് ഗേൾ, കണ്ടോ, ഗ സൗണ്ട് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് എഴുതിക്കുന്ന ലൈൻസ് തന്നെ നോക്കണമെന്നില്ല, തന്നെ ഉണ്ടാക്കി പഠിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിക്കോളും. നെക്സ്റ്റ് വൺ നോക്കാം, പെർസോണിഫിക്കേഷൻ. ആൻഡ് കുഡ് നോട്ട് വിൻ തീ. അതായത് എനിക്ക് നിന്നെ കിട്ടുന്നില്ല. നിന്നെ എന്ന് പറഞ്ഞേക്കുന്നത് ആരെയാണെന്നറിയോ? ഉറക്കം, സ്ലീപ്പിനോടാ പറയുന്നത് പോയിട്ട്. നിന്നെ എന്ന് ഉറക്കത്തിന് ജീവനുണ്ടോ? ഇല്ല. മനുഷ്യനെയാണ് നമ്മൾ നീ എന്ന് പറയാ. ഇവിടെ ഉറക്കത്തിന് നീ എന്ന് പറഞ്ഞേക്കണേ. എനിക്ക് നിന്നെ കിട്ടുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവിടെ പെർസോണിഫിക്കേഷൻ. അടുത്ത് നോക്കിയേ, മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്. ഉറക്കം എങ്ങനെയാണ്? നമുക്ക് ഫ്രഷ് തോട്ട്സ് തരുന്ന ഒരു മദർ പോലെയാണ് അല്ലെ. മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്നാ പറയുന്നത്. ഫ്രഷ് തോട്ട്സിന്റെ മദറാണ് ഉറക്കം. ഇവിടെ മദർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ പറയുന്നതാണ്. ഇവിടെ മദർ എന്ന് ഉറക്കത്തിനെ പറഞ്ഞേക്കുന്നത് കൊണ്ട് അവിടെയും പെർസോണിഫിക്കേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ അലിറ്ററേഷൻ. അഗെയിൻ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കാം, ഇവിടെ നോക്കിക്കേ, വൺ ആഫ്റ്റർ വൺ അല്ലെ. ഇവിടെ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ വാ എന്ന് പറയുന്ന അല്ലെ, വ് എന്നുള്ള സൗണ്ടാണ് അല്ലെ. അപ്പോൾ വാ എന്നുള്ള ഒരു ഇത് വരുമ്പോൾ വൺ എന്ന് പറയുമ്പോൾ വാ. അപ്പോൾ അവിടെ എന്താണ് വാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വ് എന്ന് പറഞ്ഞാൽ കോൺസണന്റ് ആണ്. അവിടെ അലിറ്ററേഷൻ ആണ്. അഗെയിൻ ബ്ലെസ്ഡ് ബാരിയർ, കണ്ടോ, ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ ബ് സൗണ്ട് ആണ് അല്ലെ. ബ് എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റഡ് ആണ്, ബ. അല്ലെങ്കിൽ ഇപ്പം നോക്കിക്കേ, ഇവിടെ വേറൊരു ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഓക്സിമോറൺ, ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വരുമ്പോൾ. അപ്പോൾ രണ്ടെണ്ണം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ടും അറിയുന്നതാണെങ്കിൽ രണ്ടും എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ, വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ. ഇവിടെ വ് എന്ന് പറയുന്ന സൗണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്, വ്. അപ്പോൾ പിന്നെയും വ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും അലിറ്ററേഷൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം, സ്ലീപ്ലെസ് ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ്. ഇവിടെ എല്ലാം സ് എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും അലിറ്ററേഷൻ ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ഇമേജറി. ഇവിടെ ഓഡിറ്ററി ഇമേജറി ആണ്. സൗണ്ട് ഓഫ് റെയിൻ, വിൻഡ്, റിവർ ആൻഡ് ബേർഡ്സ്. റെയിൻ്റെയും അതേപോലെ റിവറിൻ്റെയും ബേർഡ്സിൻ്റെ എല്ലാ സൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജറി ആണെങ്കിൽ അതിനെ ഓഡിറ്ററി ഇമേജറി എന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ, വിഷ്വൽ. വിഷ്വൽ ഇമേജറി എന്താണ്? ഫ്ലോക്ക് ഓഫ് ഷീപ്പ് അല്ലേ. ഒരു ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടം, ഗ്രൂപ്പിനെയാട്ടോ ഈ ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്മരിയാടിൻ്റെ കൂട്ടം. അപ്പോൾ
അതെന്താണ്, നമുക്ക് കണ്ണിനൊരു അല്ലേ, നമ്മളത് കാഴ്ചയാണ്, കാണുന്നതിനാണ് ഇമ്പോർട്ടൻസ് അതിൽ വരുന്നത്. അപ്പോൾ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരും അത് കാഴ്ച. അപ്പോൾ അതിനെയാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ വൈറ്റ് ഷീറ്റ്സ് പോലെ എന്ന്. അപ്പോഴും നമുക്ക് വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ കണ്ണിൽ തെളിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെയും വിഷ്വൽ ഇമേജറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. നമ്മുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് എപ്പോഴും പഠിക്കണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എക്സാമിന് മുമ്പൊന്ന് റിവൈസ് ചെയ്താൽ മതി. ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വരണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതോടെ തീരുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇത് വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ വെരി ഈസി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് ആവശ്യം വരും. നിങ്ങൾക്ക് +2ലും ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. പോയട്രിയിലെ കമ്പാരിസൺ പഠിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു പുതിയ അപ്രീസിയേഷൻ എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് എന്തായാലും ഇത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനും. അല്ലെങ്കിൽ എപ്പോഴും ഇത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം.